Welcome to Mahimas cooking class. In this video, Vendakka Sambar recipe. Vendakka Sambar ഉണ്ടാക്കാനാണ് ആദ്യം കുറച്ച് പരിപ്പ് വേവിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് 1/4 കപ്പ് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണുകളും ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് ആണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് ഒരു 1/8 ടീസ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തേക്കുന്നത് പരിപ്പ് നമ്മൾ വേവിക്കുമ്പോൾ പ്രഷർ കുക്കറിൻ്റെ മേലെയെല്ലാം ഒരുപാട് ആവാണ്ടിരിക്കാനായിട്ടാണ്. ഞാൻ പരിപ്പ് സാമ്പാറിന് വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്തുടയുന്നൊരു പരുവത്തിലാണ് വേവിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യും. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കും. അപ്പോൾ 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചേക്കായിരുന്നു. ഇനി മാറ്റാം. ഈ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ വെച്ചിട്ടും വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 കപ്പ് ചുവന്നുള്ളിയും 1 പച്ചമുളകും കൂടെ ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി ഞാൻ നടുവേ ഒന്ന് കീറിയിട്ടേ ഇട്ടിട്ടുള്ളൂ. ഓരോന്നും 2ആയിട്ട് കീറിയിട്ടേക്ക്. ഏകദേശം ഒരു 15 ചുവന്നുള്ളി ഉണ്ടാവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ, സവോളയൊക്കെ ഒന്ന് വഴന്ന് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഞാനൊരു 2 ചെറിയ ടൊമാറ്റോ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് ചോപ്പ് ടൊമാറ്റോസ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോസിലെ വെള്ളം ഇറങ്ങാനായിട്ട് പെട്ടെന്ന് ടൊമാറ്റോ കുക്ക് ആവാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ടൊമാറ്റോസ് വെന്ത് ഉടഞ്ഞ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക എടുത്തേക്കുന്നത് ഒരു 5 വെണ്ടയ്ക്കയാണ്. മെഷറിംഗ് കപ്പിൽ നോക്കുവാണെങ്കിൽ 1 കപ്പ് ചോപ്പ് വെണ്ടയ്ക്ക എടുത്തേക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് മസാലകൾ ഇടാം. ഇപ്പം നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാർ പൊടിയുടെ റെസിപ്പിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി, ഒരു 1/8 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾ നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കാൻ നേരത്തും ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വെണ്ടയ്ക്ക ഒന്ന് മൂക്കണം. ആ ഒരു പരുവത്തിൽ വഴറ്റി വെക്കുക. മസാലകളും മൂക്കണം. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർക്കാം. ഇതിന് കുറച്ച് നേരം തിളയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ഇതിലേക്ക്
കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ നിറച്ച് ശർക്കര ചേർത്തു. 1.25 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഞാനിവിടെ 1.25 ടീസ്പൂൺ ശർക്കര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഉപ്പ് നമ്മൾ ചേർത്തേക്കുന്ന ഒരു 1.25 ടീസ്പൂൺ ഉപ്പാണ്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ വേവിക്കാൻ നേരത്ത് നമ്മൾ ചേർത്തായിരുന്നു. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നീട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നോക്കിയാൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്. ഞാൻ 1/4 കപ്പും കൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഇരിക്കും തോറും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറുകി വരും. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് വെള്ളം ചേർക്കാം. ഒരു 1/2 കപ്പൊക്കെ വേണമെങ്കിലും വെള്ളം ചേർക്കാം. പിന്നെ ഇത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് മല്ലിയില, പേഴ്സണലി എനിക്ക് സാമ്പാറിനകത്ത് നന്നായിട്ട് മല്ലിയില ഇടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് നന്നായിട്ട് മല്ലിയില ചേർത്തു. ഇനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 3-4 കഷ്ണം ഉലുവായും കൂടെ ഇത് പൊട്ടിച്ചെടുക്കാം. 2-3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, നീളത്തിലരിഞ്ഞത്, കനം കുറച്ചരിഞ്ഞത്. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക്, ഡ്രൈ ചില്ലി 2 എണ്ണം, കൂടാതെ കുറച്ച് കറിവേപ്പില കൂടെ ഇടും. ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ഇടാം. ഒരു പിഞ്ച് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അടച്ച് ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. നമ്മളിവിടെ ഇന്ന് പുളി ഒന്നും ചേർക്കാതുള്ള സാമ്പാറാണ്. നല്ല പുളിയുള്ള ടൊമാറ്റോ യൂസ് ചെയ്ത്, അതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ചേർത്ത കായത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് അസഫോറ്റിഡയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. ഈ ഒരു അയവില ഇപ്പോൾ കിട്ടിയേക്കുന്ന സാമ്പാർ അപ്പോൾ നമ്മുടെ ചെറിയൊരു മധുരമൊക്കെയുള്ള നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടൊമാറ്റോ ചേർക്കുമ്പോൾ അതിന് പുളി കുറവാണെങ്കിൽ എപ്പോഴും ചെറിയൊരു കഷ്ണം പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത ശേഷം ആ പുളിവെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് തിളയ്ക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു 4 പേർക്കൊക്കെ കഴിക്കാവുന്ന ഒരളവാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.